ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഈ സെപ്റ്റംബർ 25 വ്ളോഗാണ് കേട്ടോ. അതായത് ഇതിപ്പോൾ എന്താ ഇപ്പോൾ ക്ലാസ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജൂനിയേഴ്സിന് ഒരു ചെറിയൊരു ഫ്രഷേഴ്സ് പാർട്ടി അറേഞ്ച് ചെയ്യാനുള്ളൊരു ഒരു തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് വെച്ചിട്ട് ഓരോരോ ഡ്യൂട്ടീസൊക്കെ ഡിവൈഡ് ചെയ്തായി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഡെക്കറേഷൻ ആൾക്കാർ അങ്ങനെ അവരുടെ ക്ലീനിങ് ആൾക്കാർ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിതാ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ 26-ന് സെപ്റ്റംബർ 26-ൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഞാനിതാ റെഡിയായി പോകാനായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ്സിലാണ്. എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി മണികളൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ക്ലാസ്സിലെത്തി തലേദിവസം ക്ലീൻ ചെയ്ത പാടെ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇനി ബാക്കി എല്ലാവരും വന്നിട്ട് പണികൾ ചെയ്യാമെന്നുള്ളൊരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ അവരെ വെൽക്കം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക് എഴുതി വയ്ക്കുക. അതൊക്കെ നമുക്ക് അന്നത്തെ ദിവസം രാവിലെ ചെയ്യാൻ പറ്റുള്ളൂ. ടാസ്ക് എഴുതി വയ്ക്കുക, പിന്നെ അതിന് പണിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, പിന്നെ അവരെ നെയിംസ് എഴുതി അതൊന്ന് ഇതാക്കി വയ്ക്കുക. ബാക്കിയുള്ള അങ്ങനെയുള്ള ഓരോരോ പണികൾ ഓരോരുത്തരായിട്ട് ചെയ്യണം കേട്ടോ. ചെറിയ രീതിക്കാണ് എന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ എന്തായാലും അവർക്ക് ജസ്റ്റ് എൻജോയ് ചെയ്യുന്ന തരത്തിൽ ഞങ്ങൾ എന്തായാലും നല്ലൊരു പാർട്ടി ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അവരിനെ വെൽക്കം ചെയ്യുക. 10 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ലേറ്റായി കേട്ടോ. പിന്നെ ഇതാ ഡാൻസ് കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ക്ലാസ്സിൽ അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് അങ്ങനെ നീങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ പറഞ്ഞ ടൈം 10 മണിയായിരുന്നു. പക്ഷേ ഞങ്ങൾ തുടങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഒരു 11-11:15 കേട്ടോ. ഒന്നാമത്തെ ടീച്ചേഴ്സിൻ്റെ അവർക്ക് ക്ലാസ് അവർക്ക് വേറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തുടങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ കൊടുത്ത ഫുഡ്സ് എന്ന് പറയുമ്പോൾ രാവിലെയാണല്ലോ, ഉച്ചയ്ക്കല്ല, രാവിലെ ടു ഉച്ച വരെയാണ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ടിയും അതേപോലെ തന്നെ എഗ് പബ്സും അങ്ങനെയായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ജൂനിയേഴ്സൊക്കെ വന്ന് ഞങ്ങൾ അവരെ വെൽക്കം ചെയ്ത്. പിന്നെ ഇതിലധികം ടാസ്കും കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അത് അവർക്കൊരു ഇത് വേണ്ട, പിന്നീട് കാണുമ്പോൾ വേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഇൻക്ലൂഡ് ആക്കാണ്ടിരുന്നത് കേട്ടോ. പിന്നെ അതാ ടീച്ചർമാരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ വെൽക്കം പറയാനുള്ള ഒരു ഇതായിട്ടോ. പിന്നെ അതാ ഓരോരോ ടീച്ചർമാരായിട്ടും ഞങ്ങളുടെ HOD സാറായിട്ടും അങ്ങനെ എല്ലാവരും വെൽക്കം ചെയ്ത് അവർ പിന്നെ ക്ലാസ് എടുക്കാനുള്ളത് കാരണം അങ്ങനെ പോയി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടാസ്കും പണിഷ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ DJ പ്രോഗ്രാമായിരുന്നു കേട്ടോ. അതിനു മുന്നേ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിയാൻ തന്നെ കുറച്ച് ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1:30 അങ്ങനെ ടൈമിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. സാധാരണ 12:30ക്കാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് അധികമായി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ DJ പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ 17 ഗേൾസിനുള്ള ഒരാൺതരിയാണ് കേട്ടോ അത് നിൽക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിൽ 18 ആൾക്കാരാണ് ടോട്ടൽ. അതിൽ പകുതി ആൾക്കാർ 17 ആൾക്കാരും ഗേൾസാണ്. അവൻ മാത്രമേ ആൺകുട്ടിയായിട്ട് ഞങ്ങൾക്കുള്ളൂ കേട്ടോ, ഞങ്ങളുടെ ഒരു ബ്രദറായിട്ടുള്ളൂ. പിന്നെ അതാ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജൂനിയേഴ്സ് വരുന്നതിന് മുന്നേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ ആർക്കും പാട്ട് കേട്ടിട്ട് അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജൂനിയേഴ്സ് വരുന്നതിന് മുന്നേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതാ അവരവർ എൻജോയ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഓരോ പാട്ടിൽ. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് പിന്നെ ഒരു 3:30 ആകുമ്പോഴേക്കൊക്കെ ഇറങ്ങണ പോലെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ.